ഹലോ എവറി വൺ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന യൂണിറ്റിലെ നെറ്റ്വർക്കിംഗ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു പോർഷനാണ്. എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. പ്രീവിയസ് എക്സാമിൽ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അത് റിലേറ്റഡ് ടു RSA അൽഗോരിതം ആയിരുന്നു. ഇപ്പോൾ നെറ്റ്വർക്കിംഗ് സെക്യൂരിറ്റിയിൽ വരുന്ന കൺസെപ്റ്റാണ് RSA അൽഗോരിതം. അതിൽ നിന്നിട്ടാണ് ക്വസ്റ്റ്യൻ വന്നത്. നമുക്ക് ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് കൺസെപ്റ്റിലോട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. യൂസിങ് ദ RSA പബ്ലിക് ക്രിപ്റ്റോ സിസ്റ്റം, ഇഫ് P is equal to 3, Q is equal to 11, 9 is equal to 7, find the value of E and encrypt the number 19. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് പ്രീവിയസ് ഇയറിൽ വന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണ് എന്നാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി നെറ്റ്വർക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത്, നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്, അതായത് ഒരു സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്കോ അല്ലെങ്കിൽ മോർ ദാൻ വൺ കമ്പ്യൂട്ടറിലേക്കോ നമ്മൾ ഡാറ്റ പാസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിൽ പ്രിസർവ് ചെയ്യേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് മെസ്സേജ് കോൺഫിഡൻഷ്യാലിറ്റി, സെക്കൻഡ് മെസ്സേജ് ഇൻറ്റഗ്രിറ്റി, തേർഡ് എന്ന് പറയുന്നത് മെസ്സേജ് ഓതൻറ്റിക്കേഷൻ, ഫോർത്ത് മെസ്സേജ് നോൺ റെപ്യൂഡേഷൻ, ഫിഫ്ത്ത് എന്ന് പറയുന്നത് എൻറ്റിറ്റി ഓതൻറ്റിക്കേഷൻ. അപ്പോൾ ഇവിടെ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ 5 സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ 4 സർവീസസ് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു മെസ്സേജ് എക്സ്ചേഞ്ച് യൂസിങ് ദ നെറ്റ്വർക്കാണ്. അത് നമ്മൾ നെറ്റ്വർക്കിൽ മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ അവിടെ പ്രിസർവ് ചെയ്യേണ്ട പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ആദ്യത്തെ 4 ആദ്യത്തെ 5 വരുന്നത്. ഓക്കെ, ആദ്യത്തെ 4. And the fifth service provider എന്ന് പറയുന്നത് എൻറ്റിറ്റി ഓതൻറ്റിക്കേഷൻ ഓർ ദ ഐഡൻറ്റിഫിക്കേഷൻ. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി ഓതൻറ്റിക്കേഷൻ ആണ്. ഇത് നമുക്ക് എന്താണെന്ന് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മെസ്സേജ് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സിസ്റ്റത്തിൽ നിന്ന് വേറെ സിസ്റ്റത്തിലേക്ക് ഡാറ്റ പാസ് ചെയ്യുമ്പോൾ ഒരു തേർഡ് പാർട്ടി പേഴ്സൺ ആ ഡാറ്റ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സപ്പോസ് എ എന്ന് പറഞ്ഞ യൂസറിന് ഡാറ്റ ബിയിലേക്കോ സിയിലേക്കോ നമ്മൾ പാസ് ചെയ്യണം. ആ സമയത്ത് ഒരു തേർഡ് പാർട്ടി, ഒരു ഇൻട്രൂഡറിന് ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, തേർഡ് പാർട്ടി പേഴ്സണിന് ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഡാറ്റനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ ഡീക്രിപ്റ്റ് ചെയ്യും. അത് ഡാറ്റ നമ്മൾ സീക്രട്ട് ആക്കാൻ. ആ ഒരു പോർഷനാണ് നമ്മൾ ഇതിൽ വരുന്ന മെസ്സേജ് കോൺഫിഡൻഷ്യാലിറ്റിയിൽ വരുന്നത്. അത് തേർഡ് പാർട്ടി പേഴ്സണിന് ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ മെസ്സേജ് സീക്രട്ട് ആയിരിക്കണം. ഈ മെസ്സേജ് ഇൻറ്റഗ്രിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അയക്കുന്ന മെസ്സേജ് ഒരു സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിൽ സെൻഡ് ചെയ്യുന്ന മെസ്സേജ്, സോഴ്സ് എങ്ങനെയാണോ ആ മെസ്സേജ് അയച്ചത് അതേ ഫോമിൽ തന്നെ ആയിരിക്കണം റിസീവറിന് ആ മെസ്സേജ് റിസീവ് ചെയ്യേണ്ടത്. അതിന് ഇൻ ബിറ്റ്വീൻ ആ മെസ്സേജിനെ ഇവിടെ പറയുന്നുണ്ട് ഡാറ്റ ഇൻറ്റഗ്രിറ്റിയിൽ, ഡാറ്റ റിസീവ്ഡ് ആർ എക്സാക്ട്ലി ആസ് സെൻഡ് ബൈ ദ ഓതറൈസ്ഡ് എൻറ്റിറ്റി. അതായത് സെൻഡ് ചെയ്യുന്ന ആ പേഴ്സൺ അയച്ച അതേ ഓർഡറിൽ ആയിരിക്കണം റിസീവറിന് മെസ്സേജ് കിട്ടേണ്ടത്. അതിൽ ഒരു മോഡിഫിക്കേഷൻ പാടില്ല. നോ മോഡിഫിക്കേഷൻ, ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. പറഞ്ഞതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇൻറ്റഗ്രിറ്റി അതാണ്. പിന്നെ മെസ്സേജ് ഓതൻറ്റിക്കേഷനും പിന്നെ എൻറ്റിറ്റി ഓതൻറ്റിക്കേഷനും അത് 2 സിമിലർ ടേംസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷേ വ്യത്യാസമുണ്ട്. മെസ്സേജ് ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്നത് മെസ്സേജ് ഏത് ഒറിജിനാണ് വന്നത് എന്ന് ചെക്ക് ചെയ്യണം മെസ്സേജ് ഓതൻറ്റിക്കേഷനിൽ വരുന്നത്. ഇനി എൻറ്റിറ്റി ഓതൻറ്റിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് യൂസർ ഓതൻറ്റിക്കേഷനാണ്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതേ യൂസറിന് തന്നെയാണ് നമുക്ക് മെസ്സേജ് കിട്ടിയത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് മെസ്സേജ് നോൺ റെപ്യൂഡേഷൻ. ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്രൊവൈഡ് ദ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡിനയൽ ബൈ വൺ ഓഫ് ദ എൻറ്റിറ്റീസ് ഇൻവോൾവ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ. അത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ് ചെയ്ത പാർട്ടീസ് അവർ തമ്മിലുള്ള ഡിനയൽ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ കീ വെച്ചിട്ടാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിനയൽ അവിടെ പ്രിസർവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ 5 പോയിൻറ്റ്സാണ് നമ്മൾ നെറ്റ്വർക്കിംഗ് സെക്യൂരിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ പോയിൻറ്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. ജസ്റ്റ് ഇതാണ് ഇതിൽ തുടക്കം വരുന്നത്. അടുത്ത് ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ചാർട്ടാണ്. ഓക്കെ, ഈ സൈഫർ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റേനെ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യണം. ഓക്കെ, എൻക്രിപ്റ്റ് ചെയ്ത ശേഷം വരുന്ന ആ ഡാറ്റേനെയാണ് നമ്മൾ സൈഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 രീതിയിൽ നമുക്ക് ഡാറ്റേനെ എൻക്രിപ്റ്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഇതൊരു ട്രഡീഷണൽ മെത്തഡാണ്, ക്ലാസിക്കൽ സൈഫർ എന്ന് പറയുന്നത്. ഇതിലേക്ക് ഞാൻ കിടക്കുന്നില്ല, കാരണം ഞാൻ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് മോഡേൺ സൈഫർ എന്ന് പറഞ്ഞ പോർഷനാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാലും ഞാൻ ഓവർവ്യൂ തരാം. ക്ലാസിക്കൽ സൈഫർ എന്ന് ഉദ്ദേശിക്കുന്ന ട്രഡീഷണൽ മെക്കാനിസം ആണ്. അവിടെ നടക്കുന്ന രണ്ട് സബ് ഡിവിഷനാണ് വരുന്നത്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറും ഒന്ന് ട്രാൻസ്പോസിഷണൽ സൈഫറും. സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫറിൽ എന്താ നടക്കുന്നത് വെച്ചാൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻ സിംഗിൾ ക്യാരക്ടർ വെച്ചിട്ടാണ് അത് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് സീസർ സൈഫർ എന്ന് പറഞ്ഞ മെത്തേഡ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. പോളി ആൽഫബറ്റിക് എന്ന് പറയുന്നത് മോർ ദാൻ വൺ ആൽഫബറ്റ് എൻക്രിപ്റ്റ് ചെയ്യാം. പിന്നെ ട്രാൻസ്പോസിഷണൽ സൈഫർ എന്ന് പറയുന്നത് ഇവിടെ വരുന്ന റോ ആൻഡ് കോളം ട്രാൻസ്പോസിഷനാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. പിന്നെ മോഡേൺ സൈഫറിൽ ഉദ്ദേശിക്കുന്നത് സിമെട്രിക് സൈഫർ ഉണ്ട്, എസിമെട്രിക് സൈഫർ ഉണ്ട്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സിമെട്രിക് സൈഫർ ആൻഡ് എസിമെട്രിക് സൈഫർ. ജസ്റ്റ് ഈ ഒരു ചാർട്ടിൻ്റെ ഓവർവ്യൂ എടുത്തിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ സിമെട്രിക് സൈഫർ എന്ന് പറയുന്നത് പ്രൈവറ്റ് കീ ആണ്. പ്രൈവറ്റ് കീ എന്നും പറയും. ഓക്കെ, പ്രൈവറ്റ് കീ. എസിമെട്രിക് സൈഫറിനെ നമ്മൾ പബ്ലിക് കീ എന്ന് പറയും. ജസ്റ്റ് ഒരു ഓവർവ്യൂ. ഇതിൽ വരുന്നതാണ് ബ്ലോക്ക് സൈഫർ, സ്ട്രീം സൈഫറും. ബ്ലോക്ക് സൈഫർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഡാറ്റേനെ ഒരു ബ്ലോക്കാക്കി പ്രിസർവ് ചെയ്തിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പ്ലെയിൻ ടെക്സ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ സോഴ്സിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നതിൻ്റെ മുന്നുള്ള ഡാറ്റേനെയാണ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ബ്ലോക്കായിട്ട് എടുത്തിട്ടാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് AES, DS, ഐഡിയ, 3DS എന്നൊക്കെ പറഞ്ഞുള്ള അപ്രോച്ച്. പിന്നെ എസിമെട്രിക്കിലാണ് വരുന്നത് RSA, DSA, ഡിഫി-ഹെൽമാൻ അൽഗോരിതം. ഇതിൽ മെയിൻ RSA നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരാറ്. പിന്നെ ഈ AES, DS, പിന്നെ ഐഡിയ ഇതിൻ്റെയൊക്കെ സ്റ്റാറ്റിക് ഡാറ്റയാണ് ചോദിക്കുന്നത്. അത് ഇത്ര കീൻ്റെ സൈസ്, ഇത്ര ബ്ലോക്കിൻ്റെ സൈസ് എത്രയാണ്, ജസ്റ്റ് ഒരു മാച്ചിങ്ങിൻ്റെയാണ് പ്രീവിയസ് ഇയറിൽ വന്നത്. പിന്നെ വരുന്ന സബ്സ്റ്റിറ്റ്യൂഷനിൽ സീസർ സൈഫറിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ ട്രാൻസ്പോസിഷണൽ സൈഫറിൽ കോളംനാർ ട്രാൻസ്പോസിഷൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഏതൊക്കെ പൊസിഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും പിന്നെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിവിഷൻ എന്ന് മനസ്സിലാക്കാം. നമുക്ക് നോക്കാം. The concept of how to issue the message confidentiality. അത് നമ്മൾ മെസ്സേജിനെ എങ്ങനെയാണ് നമ്മൾ സീക്രട്ട് ആക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് the message must be encrypted at the sender site and decrypted at the receiver site. നമ്മൾ സെൻറ്ററിൻ്റെ അവിടുന്ന് നമ്മൾ മെസ്സേജിനെ എൻക്രിപ്റ്റ് ചെയ്യുന്നു, റിസീവർ അത് ഡീക്രിപ്റ്റ് ചെയ്തിട്ടാണ് ഡാറ്റനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ക്യാൻ ബി ഡൺ യൂസിങ് ദ സിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി ഓർ ദ എസിമെട്രിക് കീ ക്രിപ്റ്റോഗ്രഫി. ഓക്കെ, ഇത് രണ്ട് അപ്രോച്ചസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒന്ന് സിമെട്രിക് കീയും ഒന്ന് എസിമെട്രിക് കീയും. ഓക്കെ, അപ്പോൾ കീ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. കീ എന്ന് പറയുന്നത് ഈസ് ആൻ ഇൻപുട്ട് ടു ആൻ ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതം യൂസ് ടു ഒബ്റ്റെയിൻ ദ കോൺഫിഡൻഷ്യാലിറ്റി, ഇൻറ്റഗ്രിറ്റി, ഒതൻറ്റിസിറ്റി ഓർ അതർ പ്രോപ്പർട്ടി ഓഫ് ദ സം ഡാറ്റ. അതായത് ഈ 3 പോയിൻറ്റ്സും നമ്മൾ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. കീ വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റനെ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അത് ജസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ടാണ്. ആ ഇൻപുട്ട് വെച്ചിട്ടാണ് നമ്മൾ പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സിമെട്രിക് കീ ആണ്. സിമെട്രിക് കീ എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന നമ്മൾ സോഴ്സ്, നമ്മൾ സെൻറ്ററിൻ്റെ കയ്യിലുള്ള ഡാറ്റനാണ് പ്ലെയിൻ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു സീക്രട്ട് കീൻ്റെ കൺസെപ്റ്റ് ആദ്യം പറഞ്ഞുതരാം. അതായത് ഇതിൽ ഒരു കീ ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ആ ഒരു കീ വെച്ചിട്ടാണ് നമ്മൾ സെൻറ്ററിൻ്റെ കയ്യിലുള്ള പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ ഒരു സിംഗിൾ കീ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കീ വെച്ചിട്ട് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നു. അതേ കീ വെച്ചിട്ടായിരിക്കണം നമ്മുടെ റിസീവറിൽ ഡീക്രിപ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ A എന്ന് പറഞ്ഞ പേഴ്സൺ, B എന്ന് പറഞ്ഞ പേഴ്സൺ, 2 പേഴ്സണാണ്. ഈ പേഴ്സൺ എന്ന് പറയുന്ന ഒരു സിംഗിൾ കീ വെച്ചിട്ടാണ് ഈ പേഴ്സൺ ഇത് വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തു. ഈ പേഴ്സൺ ഈ കീ വെച്ചിട്ട് തന്നെയാണ് ഡീക്രിപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ ഇഷ്യൂ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻക്രിപ്റ്റ് ചെയ്തു, ഡാറ്റ ബിക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ബി ആ ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യുന്നെങ്കിൽ ബിക്ക് ഈ കീ കിട്ടണ്ടേ. അപ്പോൾ കീ എങ്ങനെയാണ് കിട്ടുക? അപ്പോൾ കീ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കണം. ആ അയക്കുന്ന സമയത്ത് വേറൊരു പേഴ്സൺ ആ ഡാറ്റ ആക്സസ് ചെയ്തിടുക. ഇപ്പോൾ സപ്പോസ് ആ കീ നമ്മൾ ജിമെയിൽ വെച്ചിട്ട് സെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ജിമെയിലിൽ നിന്ന് വേണമെങ്കിൽ ഇൻട്രൂഡറിന് ആക്സസ് ചെയ്തിട്ട് ആ കീ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സീക്രട്ട് കീയിൽ വരുന്ന ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സിംഗിൾ കീ വെച്ചിട്ട് എൻക്രിപ്റ്റും ഡീക്രിപ്റ്റും ചെയ്യുമ്പോൾ ആ കീ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡീക്രിപ്റ്റ് ചെയ്യുമ്പോൾ ആ കീ കിട്ടണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആ കീ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുക്കണം. ആ സമയത്ത് ഹാക്കറിനോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി പേഴ്സണോ ആ കീ നമ്മൾ ആക്സസ് ചെയ്യാൻ പറ്റും.
അതാണ് അതിൻ്റെ ഡ്രോബാക്ക് വരുന്നത്. ഓക്കെ, അതിനെ ഓവർകം ചെയ്തുകൊണ്ടാണ് ഈ പബ്ലിക് കീ ഇല്ലെങ്കിൽ എസിമെട്രിക് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞ മെത്തേഡ് വന്നത്. ഓക്കെ, നമുക്കത് നോക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫി യൂസസ് 2 keys ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ സീക്രട്ട് കീയിൽ ഒറ്റൊരു കീയെ യൂസ് ചെയ്യുന്നുള്ളൂ, അതിനാണ് പ്രൈവറ്റ് കീ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ പ്രൈവറ്റ് കീ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ എസിമെട്രിക് കീനെയാണ് പബ്ലിക് കീ എന്ന് പറയുന്നത്. അതിൽ 2 keys യൂസ് ചെയ്യുന്നത്, വൺ ഫോർ ദ എൻക്രിപ്ഷൻ ആൻഡ് അതർ ഫോർ ഡീക്രിപ്ഷൻ. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്തതിൽ നോക്കാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് സപ്പോസ് എ എന്ന് പറഞ്ഞ പേഴ്സൺ ഉണ്ട്, ബി എന്ന് പറഞ്ഞ പേഴ്സൺ ഉണ്ട്. ഇവിടെ 2 key ആണുള്ളത്. ഇവിടെ 2 key എന്ന് പറഞ്ഞാൽ ഓരോ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലും ഓരോ പാർട്ടിക്കും 2 key എലോക്കേറ്റ് ചെയ്യും. പബ്ലിക് കീ ഉണ്ടാവും, പ്രൈവറ്റ് കീ ഉണ്ടാവും. ഇവിടെയും പബ്ലിക് കീ ഉണ്ടാവും, പ്രൈവറ്റ് കീ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ കീസ് പബ്ലിക് കീ ആൻഡ് പ്രൈവറ്റ് കീ, ഈ കീ പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ആണ്. ഓക്കെ, ഇൻ്റർ റിലേറ്റഡ് കീസാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ എക്സാമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം ഇതിന് ഇൻ്റർ റിലേഷൻ ഒന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാം. അതായത് നമ്മളിപ്പോൾ ഒരു എ എന്ന് പറഞ്ഞ പേഴ്സൺ പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ആ പേഴ്സണിൻ്റെ പബ്ലിക് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ പേഴ്സണിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് തന്നെ ആയിരിക്കണം അത് ഡീക്രിപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ പേഴ്സൺ പ്രൈവറ്റ് കീ വെച്ചിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്തെങ്കിൽ പബ്ലിക് കീ വെച്ചിട്ടായിരിക്കും ഡീക്രിപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ആ പോയിന്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇനി പറയാനുള്ള, നമ്മളിപ്പോൾ ഓർഗനൈസേഷൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ആ ഒരു കേസിൽ നമ്മളിപ്പോൾ ഒരു പേഴ്സണിന് സപ്പോസ് ഒരു പേഴ്സൺ നമ്മളിപ്പോൾ വേറൊരു ആ ഓർഗനൈസേഷനിലുള്ള വേറൊരു മെമ്പേഴ്സായിട്ട് നമുക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യണം, സീക്രട്ടായിട്ട് സെൻഡ് ചെയ്യണം. ആ സെൻഡ് ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ആ ഒരു സ്പെസിഫിക് ഇൻഡിവിജ്വലിൻ്റെ കയ്യിലുള്ള കീ മാത്രമാണ്. ആ കീ എന്ന് പറയുന്നത് ആർക്കും നമ്മൾ ഷെയർ ചെയ്യല്ല. പക്ഷേ പബ്ലിക് കീ എന്ന് പറയുന്നത് ആ ഒരു കമ്പനിയിലുള്ള ഓരോ പേഴ്സണിൻ്റെ കീസും പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ആ പബ്ലിക് കീ അനൗൺസ് ചെയ്യില്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പേഴ്സണാണോ ആ പേഴ്സണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത് ആ പേഴ്സണിൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് അയാൾക്ക് കിട്ടും. ഓക്കെ, ഈ പബ്ലിക് കീ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ഇല്ലെങ്കിൽ ഒന്നെങ്കിലും ഒരു കൺട്രോളറിന് ആ ഒരു ജോബ് ഷെഡ്യൂൾ ചെയ്യും. അതായത് എല്ലാവരുടെയും പബ്ലിക് കീ ആ പേഴ്സൻ്റെ കയ്യിൽ നിന്ന് എടുക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ സി എന്ന് പറഞ്ഞ പേഴ്സണിന് ഡീൻ്റെ പബ്ലിക് കീ കിട്ടണം. അപ്പോൾ സി ഒന്നെങ്കിൽ ഡി ആ പേഴ്സൺ ആ കമ്പനീൻ്റെ എല്ലാ പേഴ്സൺസിനും പബ്ലിക് കീ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ സി ഒരു കൺട്രോളർ കമ്പനിയിലുണ്ടാവും. ആ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിൻ്റെയും DEF എല്ലാ മെമ്പേഴ്സിൻ്റെയും പബ്ലിക് കീ ആ കൺട്രോളറിൻ്റെ കയ്യിലുണ്ടാവും. സി ആ കൺട്രോളറിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഡീൻ്റെ പബ്ലിക് കീ എടുക്കും, എന്നിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കും. ഓക്കെ, ഇതാണ് പബ്ലിക് കീ പ്രൈവറ്റ് കീൻ്റെ ഒരു ഇത് വരുന്നത്. ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് 2 പോയിന്റ് പറഞ്ഞത്. ഒന്നെങ്കിൽ പബ്ലിക് കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ആ പേഴ്സൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പബ്ലിക് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 2 പോയിന്റ് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ വരുന്നത് ഇവിടെ വരുന്നത് 4 കേസസാണ്. അതായത് എൻ്റെ പബ്ലിക് കീ ഉണ്ട്, പ്രൈവറ്റ് കീ ഉണ്ട്, ബീൻ്റെ പബ്ലിക് കീ ഉണ്ട്, പ്രൈവറ്റ് കീ ഉണ്ട്. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഡാറ്റ ബിയിലേക്ക് സീക്രട്ടായിട്ട് എത്തണം, എന്നിട്ട് ബിക്ക് ആ ഡാറ്റ ആക്സസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് നമുക്ക് ബിക്ക് അയച്ചു കൊടുത്തു. ആ ഡാറ്റ ബിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? കാരണം ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡാറ്റ ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ബിക്ക് എൻ്റെ പ്രൈവറ്റ് കീ കിട്ടുമോ? ഇല്ല. അപ്പോൾ അതെന്തെങ്കിലും ആ അപ്രോച്ച് നടക്കില്ല. സെക്കൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ബീൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുക. ഓക്കെ, അത് ബീൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള ആണ് നോക്കുന്നത്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം ബീൻ്റെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ബീൻ്റെ കയ്യിലല്ല ഉള്ളത്. ഓക്കെ, അതും ആ അപ്രോച്ച് നമുക്ക് നടക്കില്ല. തേർഡ് അപ്രോച്ച് എന്ന് പറയുന്നത്
എൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് സെൻഡ് ചെയ്യുന്നു ബിയിലേക്ക്. ജസ്റ്റ് ഒരു ചെക്കിങ് മാത്രമാണ്, നമുക്ക് ചെയ്യാൻ പറ്റുമോ? കാരണം എൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്ത് ബിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബിക്ക് എൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കേസിൽ നമ്മൾ ഈ ഡാറ്റ, അതായത് എൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്തു, പബ്ലിക് കീ വെച്ചിട്ട് ബിക്ക് ഡീക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ കീ എന്ന് പറയുന്ന ആ കമ്പനിയിലുള്ള വേറെ സിക്കോ ഡിക്കോ ആ ഡാറ്റ ആക്സസ് ചെയ്തൂടെ? കാരണം പബ്ലിക് കീ എന്ന് പറയുന്നത്, എൻ്റെ പബ്ലിക് കീ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ആ കേസിൽ ബിക്ക് മാത്രമല്ല സിക്ക് ഡിക്ക് ഒക്കെ ആ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ അപ്രോച്ച് നമ്മൾ പ്രിഫർ ചെയ്യില്ല. നാലാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് പബ്ലിക് കീ ഓഫ് ബി എടുത്തിട്ട് ഡാറ്റ സെൻഡ് ചെയ്യുകയാണ്. അത് എ എന്ന് പറഞ്ഞ പേഴ്സൺ ബീൻ്റെ പബ്ലിക് കീ എടുത്തിട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. ആ കേസിൽ നമ്മൾ പബ്ലിക് കീ വെച്ചിട്ട് ബീൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നത് എ, ഡാറ്റ നേരെ അത് ഇറേസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ എ എന്ന് പറയുന്നത് പബ്ലിക് കീ ഓഫ് ബി വെച്ചിട്ട് ഡാറ്റ നേരെ ബിക്ക് കൊടുത്തു. ഓക്കെ, അത് പബ്ലിക് കീ ഇങ്ങനെ കിട്ടിയത്, എക്ക് ബീൻ്റെ പബ്ലിക് കീ ഇങ്ങനെ കിട്ടിയത് ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞു കൺട്രോളറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാം, ഇല്ലെങ്കിൽ ബി എന്ന് പറയുന്നത് എല്ലാ മെമ്പേഴ്സായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് വെച്ചിട്ട് പബ്ലിക് കീ വെച്ചിട്ട് ഡാറ്റ ബിക്ക് കൊടുത്തു. ഈ ബി ഇതെങ്ങനെ ആക്സസ് ചെയ്യുന്നത്? ബി എന്ന് പറയുന്നത് ബീൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് ആക്സസ് ചെയ്യുന്നു. കാരണം ബീൻ്റെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത്, പബ്ലിക് കീ അല്ല, പ്രൈവറ്റ് കീ വെച്ചിട്ട് ആക്സസ് ചെയ്യുന്നു. കാരണം ബീൻ്റെ പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് ബീൻ്റെ കയ്യിലല്ലേ ഉണ്ടാവുള്ളൂ. കാരണം ആ കീ എന്ന് പറഞ്ഞാൽ ആരുമായിട്ട് ഷെയർ ചെയ്യില്ല. അപ്പോൾ ഈ ഡാറ്റ പ്രൈവറ്റ് കീ ഓഫ് ബി വെച്ചിട്ട് ആക്സസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നടക്കുന്നത്. ഇത് ജസ്റ്റ് എൻക്രിപ്ഷൻ്റെ കയ്യിലാണ്. ഡാറ്റ ഇങ്ങനെയാണ് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ ഏത് അപ്രോച്ചാണ് വേണ്ടതെന്നാണ്. അതായത് പബ്ലിക് കീ വെച്ചിട്ട് നമ്മൾ അത് റിസീവറിൻ്റെ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് റിസീവറിൻ്റെ പ്രൈവറ്റ് കീ വെച്ചിട്ട് അത് ഡീക്രിപ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ അപ്രോച്ച് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്രോച്ചാണ് നമ്മുടെ ഏത് വരുന്നത്? പ്രാക്ടിക്കൽ അപ്രോച്ചാണ് ഇതിൻ്റെ ഇത് വരുന്നത് RSA അൽഗോരിതം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. RSA എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഷിമേഴ്സ് എന്താണ് ആൽമോസോ അങ്ങനെ എന്തോ ആണ് ആ പേഴ്സൻ്റെ പേര്, എഡിൽമാൻ. അപ്പോൾ ആ 3 പേഴ്സൺസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു അൽഗോരിതം ഡെവലപ്പ് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ അത് പബ്ലിക് കീ ക്രിപ്റ്റോഗ്രഫീൻ്റെ പ്രാക്ടിക്കൽ അപ്രോച്ചാണ് RSA അൽഗോരിതം. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എസിമെട്രിക് എൻക്രിപ്ഷൻ. അതായത് പ്ലെയിൻ ടെക്സ്റ്റ് നമ്മൾ പബ്ലിക് കീ വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യുന്നു, സൈഫർ ടെക്സ്റ്റായി. അത് സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്ത ശേഷം വരുന്ന ആ കണ്ടൻറ്റിനെയാണ് സൈഫർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. 2 കീ ഉണ്ടാവും, പബ്ലിക് കീ പിന്നെ പ്രൈവറ്റ് കീ വെച്ചിട്ട് റിസീവർ ഡീക്രിപ്റ്റ് ചെയ്യുന്നു. റിസീവർ പാസ് ചെയ്ത അതേ ഡാറ്റയാണ് ഇവിടെ പ്ലെയിൻ ടെക്സ്റ്റിൽ റിസീവ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ RSA അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. അത് ഫസ്റ്റ് ഇതിൻ്റെ കീ ജനറേഷനാണ്. അത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചൂസ് ടു ഡിസ്റ്റിങ് ലാർജ് റാൻഡം പ്രൈം നമ്പേഴ്സ് P and Q സച്ച് ദാറ്റ് P നോട്ട് ഈക്വൽ ടു Q. അതിന് തന്നെ 2 പ്രൈം നമ്പേഴ്സാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത്. ഇതൊരു മാത്തമെറ്റിക്കൽ കൺസെപ്റ്റാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 പ്രൈം നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യും. എന്നിട്ട് നമ്മൾ n കമ്പ്യൂട്ട് ചെയ്യും. n എന്ന് പറഞ്ഞാൽ P സ്റ്റാർ Q, P ഇൻറ്റു Q ചെയ്യും. പിന്നെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് phi of n ഈക്വൽ ടു P - 1 സ്റ്റാർ Q - 1. ഇവിടെ phi of n നമ്മൾ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യും. സിമ്പിളാണ് phi of n. phi of n കാൽക്കുലേറ്റ് ചെയ്യുന്നത് P - 1 ഇൻറ്റു Q - 1. ഇനി ചൂസ് ആൻ ഇൻറ്റിജർ E സച്ച് ദാറ്റ് 1 ലെസ് ദാൻ E ലെസ് ദാൻ n. അത് E 1-ൻ്റെയും കൂടുതലായിരിക്കും, n-ൻ്റെയും ചെറുതായിരിക്കും. E എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന എൻക്രിപ്ഷനാണ്, പബ്ലിക് കീ ആണ്. കമ്പ്യൂട്ട് D ടു സാറ്റിസ്ഫൈ ദ കോൺഗ്രുവൻസ് റിലേഷൻ D സ്റ്റാർ E ഈക്വൽ ടു 1 മോഡ് phi of n ഓർ E സ്റ്റാർ D മോഡ് phi of n ഈക്വൽ ടു 1. അത് ഈ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിനെ ഡീക്രിപ്റ്റ് ചെയ്യുന്നെങ്കിൽ പ്രൈവറ്റ് കീ വെച്ചിട്ട് ഡീനെയാണ് നമ്മൾ ഡീക്രിപ്ഷൻ യൂസ് ചെയ്യുന്നത്. D ഫോർ ഡീക്രിപ്ഷൻ, അത് പ്രൈവറ്റ് കീ ആണ്. ഓക്കെ, അതിൽ ഇത് ഓർത്തിരിക്കാം. ഇതിങ്ങനെ വരുന്നത്, അതായത് ഈ D സ്റ്റാർ E ഈക്വൽ 1 ഈക്വൽ മോഡ് phi of n നമ്മൾ ഈ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അത് E സ്റ്റാർ D മോഡ് phi of n ഈക്വൽ 1, രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ കാൽക്കുലേഷന് യൂസ് ചെയ്യുന്നത്.
പിന്നെ സിക്സ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ പബ്ലിക് കീ ഈസ് എൻ കോമ ഇ ആൻഡ് ദ പ്രൈവറ്റ് കീ ഈസ് എൻ ഡി. അത് നേരത്തെ പറഞ്ഞു. ഇ എന്ന് പറഞ്ഞാൽ പബ്ലിക് കീ ആണ്, ഡി എന്ന് പറഞ്ഞാൽ ഡീക്രിപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൈവറ്റ് കീ ആണ്. കീപ് ഓൾ ദ വാല്യൂസ് ഡി പി ആൻഡ് ക്യൂ ആൻഡ് 5 സീക്രട്ട് ആണ്. ബാക്കിയുള്ള എല്ലാ വാല്യൂസും സീക്രട്ടായിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ എൻക്രിപ്ഷന് നമ്മൾ ചെയ്യുന്നത് പ്ലെയിൻ ടെക്സ്റ്റിന്. ഇത് ഞാൻ ഓർത്തിരിക്കുക, ഇത് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി പഠിക്കാം. പ്ലെയിൻ ടെക്സ്റ്റിന് പി ആണ്. ഇവിടെ നോക്കുക, ഈ പി എന്ന് പറയുന്നതും ഈ പി എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. ഇവിടെ ഈ പി എന്ന് പറയുന്നത് പ്രൈം നമ്പറാണ്. ഇവിടെ പി എന്ന് പറയുന്നത് എന്താണോ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യേണ്ട നമ്പർ അതിനാണ് പി. ഇത് വേണമെങ്കിൽ നിങ്ങൾ എം ആക്കി എടുക്കാം കേട്ടോ, രണ്ട് കൺഫ്യൂസ് ആകണ്ട, അതുകൊണ്ടാണ് പറഞ്ഞത്. ജനറലി പി ആണ് ഇവിടെ ചെയ്യാറ്, ചില ബുക്സിലൊക്കെ എമ്മും കാണാം. അപ്പോൾ രണ്ട് കൺഫ്യൂസ് ആകരുത്, കാരണം രണ്ട് പിയും വേറെ വേറെയാണ്. അത് എൻക്രിപ്റ്റ് ചെയ്യേണ്ട നമ്പർ ഏതാണ് അതാണ് പി വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സൈഫർ ടെക്സ്റ്റ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത് പ്ലെയിൻ ടെക്സ്റ്റ്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുക, അത് ഈ പി എന്ന് പറയുന്ന പ്ലെയിൻ ടെക്സ്റ്റാണ്. പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുക, മോഡ് എൻ ചെയ്ത് തന്നെ നമുക്ക് എന്ത് കിട്ടും? സി എന്ന് പറഞ്ഞാൽ സൈഫർ ടെക്സ്റ്റ് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ബൈ ഹാർട്ട് സി സികൾ പി റെസ്റ്റ് മോഡേൺ പഠിക്കുന്നത് മറന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. എൻക്രിപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? സൈഫർ ടെക്സ്റ്റിലേക്ക് എത്തിക്കുക എന്നാണ്. അതെന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുക. അതാണ് ഇ ഫോർ എൻക്രിപ്ഷൻ, പി ഫോർ പ്ലെയിൻ ടെക്സ്റ്റ് ആണ്. പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യുക, മോഡ് എൻ. അത് ചെയ്ത് തന്നെ നമുക്ക് എന്ത് കിട്ടും? സി കിട്ടും, സൈഫർ ടെക്സ്റ്റ്. അതാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഡീക്രിപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് എത്തിക്കുക എന്നാണ്. അപ്പോൾ പി ആണ്. പിയിലേക്ക് എങ്ങനെ എത്തും? സൈഫർ ടെക്സ്റ്റിനെ ഡീക്രിപ്റ്റ് ചെയ്താൽ മതി. സീനെ സൈഫർ ടെക്സ്റ്റ് ആണ്, സി ഫോർ സൈഫർ ടെക്സ്റ്റ്. അതിനെ ഡീക്രിപ്റ്റ് ചെയ്തിട്ട് മോഡ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ടെക്സ്റ്റ് കിട്ടും. പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് എത്തിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വെച്ചിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, സി സികൾ പി റെസ്റ്റ് ഇ മോഡ് എന്നും പ്ലെയിൻ ടെക്സ്റ്റിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ സി റെസ്റ്റ് ഡി മോഡ് എൻ ആണ്. ഇതാണ് ഇതിൻ്റെ 6 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഫസ്റ്റ് ഈ എൻ സികൾ പി സ്റ്റാർ എൻ 5ഉം ഇ സ്റ്റാർ ഡിയും ഇക്വേഷനും എല്ലാം ഒന്ന് ഓർത്ത് നോട്ടിലേക്ക് നോട്ട് ഡൗൺ ചെയ്യാം, പഠിക്കാം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രീവിയസ് എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്, നവംബർ 2020 വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അതിന് ഫൈൻഡ് ചെയ്യുന്നത്. യൂസിങ് ദ RSA പബ്ലിക് ക്രിപ്റ്റോ സിസ്റ്റം ഇഫ് പി സികൾ 3, പി തന്നിട്ടുണ്ട്, അത് പ്രൈം നമ്പേഴ്സ് ആണ് പറഞ്ഞത്. പി സികൾ 3, ക്യൂ സികൾ 11, ഡി സികൾ 7. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഇ ആൻഡ് എൻക്രിപ്റ്റ് ദ നമ്പർ 19. നമുക്ക് ഇൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇൻ്റെ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇക്വേഷൻ ഒന്ന് എന്താണ്? ഇ സ്റ്റാർ ഡി മോഡ് 5 ഓഫ് എൻ ഇസിക്കൽ ടു 1. ഇങ്ങനെയാണ് നമ്മൾ ഇ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ 5 ഓഫ് എൻ കാണണമെങ്കിൽ 5 ഓഫ് എൻ എന്ന് പറയുന്നത് പി മൈനസ് 1 ഇൻറ്റു ക്യൂ മൈനസ് 1. ഓക്കെ, പിൻ്റെ വാല്യൂ എന്താ? പി എന്ന് പറയുന്നത് 3 മൈനസ് 1 2 ആണ്. 2 ഇൻറ്റു ക്യൂ മൈനസ് 1 എന്ന് പറയുന്നത് 11 മൈനസ് 1 10 ആണ്. 5 ഓഫ് എൻ എന്ന് പറയുന്നത് 20 കിട്ടി. ഇ സ്റ്റാർ ഡീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. മോഡ് എന്താ? 20 ഈക്വൽ ടു 1. ഇത് സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ചെയ്യേണ്ടത് ഇക്ക് ഏത് വാല്യൂ കൊടുത്താൽ നമുക്ക് ഈ കാൽക്കുലേഷൻ ചെയ്തിട്ട് 1 കിട്ടുന്നതാണ്. അതായത് ഇക്ക് ഒരു വാല്യൂ നമ്മൾ കൊടുത്തു, അതിനെ മൾട്ടിപ്ലൈ ചെയ്തു, എന്നിട്ട് മോഡ് 20 ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടണം. ഓക്കെ, അത് കിട്ടണമെങ്കിൽ നമ്മൾ ഇക്ക് ഏത് വാല്യൂ ആണ് വരുന്നത് അതാണ് ഈ ഓപ്ഷൻസിൽ നിന്ന് കൊടുത്താൽ മതി. അത് ഓപ്ഷൻസിൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഫൈൻഡ് ദ ഇ ആൻഡ് എൻക്രിപ്റ്റ് നമ്പർ. ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ഈ 20, 33, 3, 77. ഇതെന്ന് പറഞ്ഞാൽ ഇൻ്റെ വാല്യൂസാണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഈ 4 വാല്യൂസിൽ ഏത് വാല്യൂ കൊടുത്താൽ അതിനോട് 7 മൾട്ടിപ്ലൈ ചെയ്തിട്ട് മോഡ് 20 ചെയ്തിട്ട് 1 കിട്ടണം. മോഡ് 1 കിട്ടണം. അപ്പോൾ അതിൽ ഏത് വാല്യൂ ആണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ 20 ഫസ്റ്റ് കേസിൽ നമ്മൾ 20 കൊടുത്തു നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. 20 ഇൻറ്റു 7 മോഡ് 20 ചെയ്ത് കഴിഞ്ഞാൽ 20 ഇൻറ്റു 7 ചെയ്ത് കഴിഞ്ഞാൽ 140 മോഡ് 20 ചെയ്ത് നോക്കിയാൽ 1 കിട്ടുമോ? 20 മോഡ് 140 ചെയ്ത് നോക്കൂ. 140 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ നമുക്ക് എന്താ കിട്ടുക? 7 ടൈം ചെയ്ത് നോക്കിയാൽ റിമൈൻഡർ 0 കിട്ടുക. അപ്പോൾ എന്തെങ്കിലും 20 കിട്ടില്ല. നമുക്ക് 33 ചെയ്ത് നോക്കാം. നമുക്ക് 3 ചെയ്ത് നോക്കാം. കാരണം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 3 ഇൻറ്റു 7 ചെയ്ത് നോക്കിയാൽ തന്നെ 21 കിട്ടും. 21 മോഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് എനിക്ക് വേഗം മനസ്സിലാവും കേട്ടോ.
മോഡ് 20 ഇസിക്കൽ 1, അതായത് 21 മോഡ് 20 എന്ന് പറഞ്ഞാൽ എന്താ 1 അല്ലേ. ഇത് ഈ മോഡ് ഉദ്ദേശിക്കുന്ന ഡിവിഷൻ ആഫ്റ്റർ റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ ആണ്. അതായത് 20നെ 21 ഡിവൈഡ് ചെയ്തു റിമൈൻഡർ. ഈ റിമൈൻഡറാണ് നമ്മളിവിടെ കിട്ടേണ്ടത്. അതാണ് ഈ മൊഡുലസ് ഓപ്പറേഷൻ്റെ ഇത്, റിമൈൻഡർ ആഫ്റ്റർ ഡിവിഷൻ. ഓക്കെ, അപ്പോൾ ഈൻ്റെ വാല്യൂ എന്താ കിട്ടിയത്? ഈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, ഈ 3 കിട്ടുന്നത്. സോറി, അങ്ങനെ ഇവിടെ ഇതാ ഈ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈൻ്റെ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. കാരണം ഫസ്റ്റ് ഇവിടെ 3 തന്നെ കിട്ടി. അപ്പോൾ രണ്ടാമത്തെ നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം 3 വെച്ചിട്ട് തന്നെ നമുക്ക് സി ഓപ്ഷനാണെന്ന് മനസ്സിലായി. 28ൽ നമ്മൾ എങ്ങനെ എൻക്രിപ്ഷൻ ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് ഇതെന്തായാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഓപ്ഷൻസിൽ തന്നെ നമുക്ക് കൊടുക്കാം, വാല്യൂസ് കൊടുക്കാം. എന്നിട്ട് റിമൈൻഡർ ചെയ്തിട്ട് 1 കിട്ടുന്നുണ്ടോ, കിട്ടുന്ന നമ്പറായിരിക്കും ഈ വരുന്നത്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ചെക്ക് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത് എന്താണ്, എൻക്രിപ്റ്റ് ദ നമ്പർ 19 ആണ്. ഈ നമ്പറിനെ എൻക്രിപ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലെയിൻ ടെക്സ്റ്റിനെ സൈഫറിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ സൈഫറിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എൻക്രിപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സി ഇക്വൽ ടു പ്ലെയിൻ ടെക്സ്റ്റിനെ എൻക്രിപ്റ്റ് ചെയ്യണം. പി റേസ് ടു ഇ മോഡ് എൻ ആണ് ഇക്വേഷൻ. ഇപ്പോൾ പീൻ്റെ വാല്യൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, എന്ത് 19. അപ്പം 19 റേസ് ടു പവറിൽ എന്താ ഉള്ളത്, ഈ നമുക്ക് കിട്ടി എന്താണ് 3 ഈ കിട്ടിയ വാല്യൂ ആണ് കേട്ടോ. പിന്നെ മോഡ് എന്താണ്, എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ ഇസിക്കൽ ടു പി സ്റ്റാർ ക്യൂ ആണ്. പി എന്ന് പറഞ്ഞാൽ 3 × 11 ഇസിക്കൽ ടു 33 ആണ്. ഇത് മോഡുലസ് ചെയ്താൽ മതി. 19ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6859 ആണ്. ഇതിൻ്റെ 33ൻ്റെ മോഡുലസ് ചെയ്ത് നോക്കാം. ഇത് റിമൈൻഡർ എന്താണ് കിട്ടുന്നത് അതാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ചെയ്ത് 6859 എന്ന് പറഞ്ഞാൽ എത്ര ടൈം പോകും, 2 ടൈം പോകും. 66 എത്ര ടൈം പോകും, 25. ഇവിടെ ഇത് പോകും, അത് ഞാൻ എഴുതുന്നില്ല. ഡയറക്റ്റ് 259 എടുത്തിട്ട് എഴുതാം. ഇവിടെ 0 വരും. പിന്നെ 259ൽ എത്ര ടൈം പോകും, 259ൽ 7 ടൈം പോകും. എത്ര ടൈം പോകും, 233 × 7 എന്ന് പറഞ്ഞാൽ 1 2 24 21 23 വരും. അപ്പോൾ 231 വരും. നേരെ റിമൈൻഡർ 8 വരും. ഇവിടെ 2 28 ആണ് വരുന്നത്. 28 അല്ല, ഓക്കെ 28 ആണ്. അപ്പോൾ 3യും 28 വരും. ഇപ്പോൾ സൈഫർ ടെക്സ്റ്റ് എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്താ 28 കിട്ടും. അപ്പോൾ കറക്റ്റ് ആൻസറിന് സിയും ഡി ആണ്. ഇതാണ് ഇത് സോൾവ് ചെയ്യേണ്ട മെത്തേഡ് എന്നറിയാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. RSA അൽഗോരിതം using the RSA public crypto system, P is equal to 3, Q is equal to 13, D is equal to 7, E is equal to 3. What is the value of ciphertext for the plaintext 5? നമുക്ക് ഡയറക്റ്റ് കാണേണ്ടത് സൈഫർ ടെക്സ്റ്റിൻ്റെ വാല്യൂ ആണ്. അത് പ്ലെയിൻ ടെക്സ്റ്റ് 5 തന്നിട്ട് അതിൻ്റെ സൈഫർ എൻക്രിപ്റ്റ് ചെയ്തതിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് അതിന് തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, C is equal to P raised to E mod n ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ കാര്യം തന്നെ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 5ൻ്റെ പ്ലെയിൻ ടെക്സ്റ്റ് 5ൻ്റെ ആണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പീൻ്റെ വാല്യൂ ആണ് 5 എന്ന് പറയുന്നത്. ഇ എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. മൊഡുലസ് എൻ എന്ന് പറയുന്നത് എന്താണ്, P × Q ആണ്. പി എന്ന് പറയുന്നത് 3 × 13. ഇത് കിട്ടുന്ന എത്രയാണ്, 9. ഇവിടെ ഇപ്പോൾ 39 അല്ലേ, 39 ക്യാരി വരും. അപ്പോൾ 15 ക്യൂബ് എന്ന് പറയുന്നത് 25 × 5 125 മോഡ് 39. 125 മോഡ് 39 ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം പോകും, 39 × 39ൽ എത്ര ടൈം പോകും, 39 × 3 കൊടുത്ത് നോക്കിയാൽ 3 കൊടുത്ത് നോക്കാം. 3 എന്ന് പറഞ്ഞാൽ 27 2 8 9 10 11 3ൽ പോകും. 3ൽ 117. 15ൽ എത്ര ടൈം പോകും, 15ൽ 3 8 9 10 11 12 13 14 15 8 ടൈം പോകല്ലേ, 8 ടൈം പോകും. ഓക്കെ, അപ്പോൾ 8 ആണ് വരുന്നത്. കറക്റ്റ് ആൻസർ ഇതാണ്. ഓക്കെ, ഇതാണ് ഇങ്ങനെ സോൾവ് ചെയ്യേണ്ട മെത്തേഡ്. അതായത് വാട്ട് ഇസ് ദ വാല്യൂ, സൈഫർ ടെക്സ്റ്റിൻ്റെ വാല്യൂ ചോദിച്ചാൽ നമ്മൾ നേരെ സി ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്.
അപ്പോൾ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ വാല്യൂ 5 തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാനുള്ളൂ. ഓക്കെ, മൊഡുലസ് ഓപ്പറേഷൻ എന്ന് ചെയ്യാൻ സോൾവ് ചെയ്യാൻ ഒന്നുമില്ല, ഡിവിഷൻ ചെയ്യുന്നു, റിമൈൻഡർ എടുത്തിട്ട് സോൾവ് ചെയ്യുന്നു. ബാക്കിയൊക്കെ ഇക്വേഷനുള്ള അതേ മെത്തേഡ് സോൾവ് ആണ് ചെയ്യുന്നത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസിങ് RSA പബ്ലിക് ക്രിപ്റ്റോ സിസ്റ്റം P = 13, Q = 31, D = 7. നമുക്ക് ഈൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. ഈൻ്റെ വാല്യൂ ഞാൻ ഡയറക്റ്റ് പറഞ്ഞു, ഈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ E * D mod phi of n = 1 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ phi of n കണ്ടു നോക്കാം. phi of n എന്ന് പറയുന്നത് P - 1 × Q - 1 ആണ്. P - 1 എന്ന് പറഞ്ഞാൽ 12 ആണ്, 13 - 1 ആണ്, 12 × 30 ആണ്. 12 × 3 എന്ന് പറഞ്ഞാൽ 6, 366, 0, 360 കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. E* Dൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്, മോഡ് phi of n എന്ന് പറയുന്നത് 360 ആണ്. ഓക്കെ, = 1. നമുക്ക് ഈ എന്ന് പറഞ്ഞ വാല്യൂ ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏത് കൊടുത്തതിനാൽ അതിനോട് 7 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 360നോട് മോഡ് എടുത്തതിനാൽ 1 കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഈ എന്ന് പറഞ്ഞ വാല്യൂ. നമ്മൾ ആദ്യം തന്നെ 101 ഒന്ന് കൊടുത്തു നോക്കാം. ഓക്കെ, 101 കൊടുത്തു നോക്കിയാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 101 × 7 ചെയ്ത് നോക്കിയാൽ 70707. 707 മോഡ് 360 ചെയ്ത് നോക്കിയാൽ കിട്ടുമോ? ചെയ്ത് നോക്കിയാൽ 707 360 × 2 ചെയ്ത് നോക്കിയാൽ 12, 1, 720 ഇപ്പോൾ പറ്റില്ല, 1 പോകുള്ളൂ. 360 ചെയ്ത് നോക്കിയാൽ 7 കിട്ടും. 10, 7, 10 4, 6 3, അപ്പോൾ റിമൈൻഡർ 347 കിട്ടുന്നത്. അത് എന്തായാലും ആയിരിക്കില്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷൻ തന്നെ 103 എടുത്ത് നോക്കാം. ഓക്കെ, അത് 103 × 7 എന്ന് പറയുന്നത് എത്ര? 1, 2, 721 കിട്ടും. ഓക്കെ, 721 മോഡ് 360 ചെയ്ത് നോക്കിയാൽ 1 കിട്ടുമോ നോക്കിയാൽ മതി. ഇത് 721 ഡിവൈഡഡ് ബൈ 360 എന്ന് പറയുന്നത് 2നോട് മൾട്ടിപ്ലൈ ചെയ്താൽ 720 കിട്ടും. കറക്റ്റ് 1 കിട്ടി. അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 103 ആണ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, അതായത് യൂസിങ് ദ ഡാറ്റ P = 3, Q = 11, N = PQ, D = 7, RSA algorithm, find the ciphertext for the given plaintext Susain. അതായത് സുസൈൻ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ടെക്സ്റ്റിൻ്റെ സൈഫർ ടെക്സ്റ്റാണ് നമുക്ക് കണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ട്രിക്ക് എന്ന് വെച്ചാൽ സുസൈൻ്റെ നേരത്തെ നമ്മൾ ചെയ്തത് ഡയറക്റ്റ് ഇൻറ്റിജർ വാല്യൂ തന്നിരുന്നു. ഇതിൽ തരാത്ത കേസിൽ നമ്മൾ ഇതിൻ്റെ ആൽഫബറ്റിക് ഓർഡറാണ് നമ്മൾ എടുക്കുന്നത്. ആൽഫബറ്റിക് നമ്പർ, അത് സെൻ എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിൻ്റെ നമ്പർ എത്രയാണ് വരുന്നത്? 19 ആണ് വരുന്നത്. യുവിൻ്റെ എത്ര വരുന്നത്? 21 ആണ് വരുന്നത്. Z 26 ആണെന്ന് അറിയാം. A 1 ആണ്. N എന്ന് അറിയുന്നത് എത്രയാണ്? 14 ആണ്. ഇതെന്ന് പറഞ്ഞാൽ ABCD E 5 ആണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ ആൽഫബറ്റിക് നമ്പറിൽ ഏത് ഓർഡറിലാണ് വരുന്നത്? ഓക്കെ, അപ്പോൾ ഈ നമ്പർ വെച്ചിട്ട് വേണം നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്തിട്ട് സുസൈൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ നോക്കുക, ഇതിൽ 2 N കോമൺ ആണ്. അപ്പോൾ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്താലും അതിൻ്റെ സെയിം കോമൺ ആൽഫബറ്റ് ഉണ്ടാവണ്ടേ? ഇവിടെ നോക്കുക, ഇത് ഷോർട്ട് അപ്രോച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. ഫാസ്റ്റായിട്ട് നമുക്ക് എങ്ങനെ ആൻസറിലേക്ക് എത്താം. ഇവിടെ നോക്കുക, ഇവിടെ ലാസ്റ്റ് നിന്ന് കഴിഞ്ഞിട്ട് 2 ആൽഫബറ്റ് വരുന്നത് സെയിം ആണ് സുസൈൻ്റെ. അതേ കേസിൽ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്താലും അങ്ങനെ വരാൻ പാടുള്ളൂ. ഇവിടെ നോക്കുക ഏതിലേക്കാണ് വരുന്നത്? ലാസ്റ്റ് നിന്ന് 2 ലിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 2 E വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് 2 N വരുന്നുണ്ട്. ലാസ്റ്റ് നിന്ന് ഇങ്ങോട്ട് 2 ആൽഫബറ്റ്. ബാക്കിയുള്ള നോക്കൂ, ബിയും സിയും വേറെ ഡിഫറെൻ്റ് ആണ്, എക്സും വൈയും വേറെ ആണ്. അപ്പോൾ ഈ കേസിൽ ഈ 2 ഓപ്ഷൻ നമുക്ക് ഇങ്ങനെ തന്നെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ വരുന്നത് എയും ബി ആണ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇങ്ങനത്തെ ആദ്യത്തെ 2 50-50 നമ്മൾ അടിച്ചു. ഇപ്പോൾ ഡയറക്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ നോക്കുക, 19ൻ്റെ നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് അറിയില്ല. സൈഫർ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന P⁻E മോഡ് N ആണ്. P എന്ന് പറഞ്ഞാൽ എടുക്കുന്ന ഇത് ഇപ്പോൾ 19 ഈൻ്റെ വാല്യൂ എത്രയാണ്? നമുക്ക് ഈൻ്റെ വാല്യൂ കാണണം.
ഈൻ്റെ വാല്യൂ കാണണം. ഓക്കെ, അപ്പോൾ ഇ സ്റ്റാർ ഡി മോഡ് 5 ഈസ് ഈക്വൽ ടു 1. ഈൻ്റെ വാല്യൂ നമുക്കറിയില്ല. ഓക്കെ, സ്റ്റാർ ഡീൻ്റെ വാല്യൂ 7 അറിയാം. മോഡുലസ് 5 എന്ന് പറയുന്നത് P - 1 എന്ന് പറഞ്ഞാൽ എത്ര? 2 × Q - 1 എന്ന് പറഞ്ഞാൽ 10, 20 കിട്ടുന്നത് അല്ലേ? അപ്പം എന്നാൽ 20 ഇട്ടു. ഇതിനിപ്പോൾ ഏത് വാല്യൂ കൊടുത്താലാണ് 7-ന് ഏത് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും എന്ന് പറഞ്ഞാൽ 3. അതായത് 3 × 7 എന്ന് പറഞ്ഞാൽ 21. 21ൻ്റെ 20നോട് മോഡുലസ് ചെയ്ത് തന്നെ 1 വരുള്ളൂ. അപ്പോൾ നമ്മൾ E = 3 കിട്ടി. അപ്പോൾ നമ്മൾ സൈഫർ ടെക്സ്റ്റ് ഇത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ 19⁻³ മോഡ് n എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? n എന്ന് പറയുന്നത് P × Q അല്ലേ? P എന്ന് പറഞ്ഞാൽ 3 × 11 = 33 വരുന്നത് n. അപ്പോൾ നമ്മൾ നോക്കുക, 90ൻ്റെ ക്യൂബ് കണ്ടിട്ട് 33നോട് മോഡ് ചെയ്യുന്നതും സിമ്പിളായിട്ട് എനിക്ക് ഇവിടുന്ന് അത് അത്രയും ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ സിമ്പിളായിട്ട് എനിക്ക് ഈൻ്റെ ചെയ്താൽ മതി. കാരണം ലാസ്റ്റ് ആൽഫബറ്റ് വേറെ വേറെയാണ്. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ആൽഫബറ്റ് അതായത് Z ആണ്, E ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ആൽഫബറ്റിന് എനിക്ക് കിട്ടിക്കുന്ന ഡയറക്റ്റ് ആൻസറും കിട്ടും. അപ്പോൾ ഞാൻ സുസൈൻ ചെയ്ത് 90ൻ്റെ ക്യൂബ് കണ്ട് സോൾവ് ചെയ്യുന്നതായിട്ട് നല്ല എനിക്ക് ഈൻ്റെ ക്യൂബ് കണ്ടാലും മതി. ഓക്കെ, അതായത് 5ൻ്റെ 90ൻ്റെ എടുക്കുന്നതിന് നല്ല ഞാൻ സിമ്പിളായിട്ട് ഈ ആൽഫബറ്റ് എടുത്ത് 5ൻ്റെ ക്യൂബ് മോഡുലസ് 33. 5ൻ്റെ ക്യൂബ് എനിക്കറിയാം 125 മോഡ് 33 ചെയ്ത് നോക്കിയാൽ മതി. 125 മോഡ് 33 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ എത്ര ടൈം പോകും? 3 ടൈം പോകും. എത്ര ടൈം പോകും? 99 അല്ലേ? 99 15ൻ്റെ 9 എത്ര ടൈം പോകും? 6 ടൈം. 6 ആണ് 15 - 15ൻ്റെ 6 ടൈം പോകും. ഇവിടെ നിന്ന് പറയാൻ 11 10 11 26 ആണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ 26 ആണ്. 26 എന്ന് പറഞ്ഞാൽ എന്താ? Z ആണ് ആൽഫബറ്റ്. അപ്പോൾ നേരെ എനിക്ക് കിട്ടിയ എന്താണ്? A എന്ന് പറഞ്ഞ ഓപ്ഷൻ Z കിട്ടി. കാരണം ബാക്കിയൊന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ടോ. ഇപ്പോൾ സപ്പോസ് 19 വെച്ച് ചെയ്യുകയാണെങ്കിൽ 90ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6859 ആണ്. അതിൻ്റെ മോഡുലസ് ചെയ്ത് കഴിഞ്ഞാൽ 33നോട് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് 28 ആണ്. 28 എന്ന് പറഞ്ഞാൽ 26 ആൽഫബറ്റ് അല്ലല്ലോ. 28 നിന്ന് 26 കുറയ്ക്കാം, 2 കിട്ടുന്നത്. 2 എന്ന് പറഞ്ഞാൽ എന്താണ്? B ആണ്. ഓക്കെ, B എന്ന് പറഞ്ഞ ആൽഫബറ്റാണ്. നമുക്ക് കിട്ടി, ബിയും കിട്ടി, സെഡും കിട്ടി. അപ്പോൾ ഡയറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബ്യൂട്ടേസ് എന്ന് പറഞ്ഞാൽ അതാണ് വരുന്നത് എൻക്രിപ്റ്റ് ചെയ്തതിനാൽ. ഓക്കെ, ഇത്രയാണ് പറയാനുണ്ടായിരുന്നത്. നമ്മൾ RSA അൽഗോരിതമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന MCQs PYQs നമ്മൾ സോൾവ് ചെയ്തു. ഇനിയിപ്പോൾ പറയാനുള്ളത് AESും DESും. കാരണം നമ്മൾ ഈ ചാർട്ടിൽ നമ്മളിപ്പോൾ എസിമെട്രിക് സൈഫർ നമ്മൾ RSA കവർ ചെയ്തു. ഇനിയിപ്പോൾ സിമെട്രിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കീ, ഒരു സിംഗിൾ കീ വെച്ചിട്ടാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ വരുന്നത് AES DES. അതിൻ്റെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഡാറ്റ മാത്രമേ ചോദിക്കാറുള്ളൂ. അതിൽ ഇത് ബ്ലോക്ക് സൈഫർ ആണെന്ന് ഞാൻ പറഞ്ഞു. സ്ട്രീം സൈഫർ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്ന ഡാറ്റേൻ്റെ പ്ലെയിൻ ടെക്സ്റ്റിനെ ബ്ലോക്കാക്കി എടുത്തിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. സ്ട്രീം സൈഫർ എന്ന് പറയുന്നത് ആ പ്ലെയിൻ ടെക്സ്റ്റിനെ ഒരു ബൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നത്. അത് ഒരു ബൈറ്റാണ് ഇവിടെ വരുന്നത്. സ്ട്രീം സൈഫർ 1 ബൈറ്റ്. 1 ബൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ബിറ്റ് എടുത്തിട്ടാണ് എൻക്രിപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എൻറ്റയർ ബ്ലോക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് സൈഫറിലാണ് ഇത് വരുന്നത്? AES DES. AES എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ്. DES എന്ന് പറഞ്ഞാൽ ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രീം സൈഫറിലൊക്കെ ജസ്റ്റ് പേര് ഓർത്ത് വെച്ചാൽ മതി, വേറെ അതിൽ കാൽക്കുലേഷൻ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചാർട്ട് ഒന്ന് ഓർത്ത് വെക്കുക. അത് AESും DESലും ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത് ഡെവലപ്പ് ചെയ്ത് ചെയ്യുന്ന 2000 ആണ്. ഇവിടെ ഞാൻ പറഞ്ഞ AES എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് ഡാറ്റ എൻക്രിപ്ഷൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഡാറ്റ എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്ത ഇയർ എന്ന് പറഞ്ഞാൽ AES 2000ലാണ്. DES 1977 ആണ്. ഇതിൻ്റെ കീ സൈസും ബ്ലോക്ക് സൈസുമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് മാച്ച് ദ ഫോളോയിങ്ങിലാണ് ചോദിച്ചത്.
അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിന് കീ സൈസ് എന്ന് പറയുന്നത്, കീ ലെങ്ത് എന്ന് പറയുന്നത് 128 ബിറ്റ്സും ആവാം, 192 ആവാം, 256 ബിറ്റ്സും ആവാം. പിന്നെ DASൽ 56 ബിറ്റ്സും ആവാം കീ സൈസ്. പിന്നെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 128 ബിറ്റ്സ് ആണ്. പിന്നെ DASൽ 64 ബിറ്റ്സ് ആണ്. ഓക്കെ, സോറി, ഇതാണ് വരുന്നത്. പിന്നെ സൈഫർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഏത് മെത്തേഡ്, AES എന്ന് പറഞ്ഞാൽ സൈഫർ ബ്ലോക്ക് സൈഫറിലാണ് വരുന്നത്, സിമെട്രിക് ബ്ലോക്ക് സൈഫറിലാണ് മെത്തേഡ് വരുന്നത്. മറ്റേതെന്ന് പറയുന്നത് DASും സിമെട്രിക്കലാണ് വരുന്നത്. രണ്ടും സെയിം തന്നെയല്ലേ. പിന്നെ രണ്ടും സെയിം കാറ്റഗറിയിലാണ് വരുന്നത്. ലെവൽ ഓഫ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ AESൽ ഹൈ സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റിയാണ്. കാരണം കീൻ്റെ സൈസ് കൂടുതലായതുകൊണ്ട് അതിൻ്റെ സെക്യൂരിറ്റി ഹൈ ആയിരിക്കും, അത്ര പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ DASൽ കുറച്ച് ലെസ് സെക്യൂരിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ AES ഫാസ്റ്റാണ്. പിന്നെ DAS കമ്പയർഡ് ടു AES സ്ലോ ആണ്. AESും DASും ഒക്കെ നമുക്ക് വൈഫൈയിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വൈഫൈൻ്റെ ഹോട്ട്സ്പോട്ടിൽ നമ്മുടെ മോഡം ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ കീ വെച്ചിട്ട് തന്നെയല്ലേ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കീ ആണ്, പ്രൈവറ്റ് കീ ആണ്. അപ്പോൾ AESും DASും നമുക്ക് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലത്തെ വൈഫൈ ഹോട്ട്സ്പോട്ട്, അത് AESും DASും വെച്ചിട്ടാണ് എൻക്രിപ്ഷൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ഓക്കെ. പിന്നെ ബ്ലോ ഫിഷ് എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്ന സിമെട്രിക് കീയിൽ തന്നെ വരുന്നതാണ്. അതിൻ്റെ ഒരു ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 64 ബിറ്റാണ് ബ്ലോക്ക് സൈസ് വരുന്നത്. പിന്നെ അതിൻ്റെ കീ സൈസ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് 32 ബിറ്റിന്ന് 448 ബിറ്റ്സ് ആണ് വരുന്നത്. ഓക്കെ. ഓക്കെ, ഇവിടെ വരുന്നത് 440, അതായത് കീ ലെങ്ത് വരുന്നത് 32 ബിറ്റിന്ന് 448 ബിറ്റ്സ് ആണ്. ഈ സ്റ്റാറ്റിക് വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇന്ന് കവർ ചെയ്തത് എന്താണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി. അതിൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ വരുന്ന പോയിൻറ്റ്സുകൾ എന്തൊക്കെയാണ് നമ്മൾ ഓർത്തു. ഇതിൽ മെയിൻലി നമ്മളിന്ന് ഫോക്കസ് ചെയ്തത് എസിമെട്രിക് കീയിൽ RSA അൽഗോരിതത്തിൻ്റെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നതും അത് എന്താണ്, പിന്നെ സിമെട്രിക് കീ എന്താണ്, എസിമെട്രിക് കീ എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾ കവർ ചെയ്തത് AES DAS, അതിൻ്റെയൊക്കെ നമ്മൾ സിമെട്രിക് കീയിൽ വരുന്ന ഓരോ മെത്തേഡിൻ്റെയും ഡാറ്റ എത്രത്തോളം ഉണ്ട് അതാണ് നമ്മൾ കവർ ചെയ്തത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ സൈഫറിൽ വരുന്ന സബ്സ്ക്രിപ്ഷൻ മെത്തേഡിൽ സീസർ സൈഫർ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, പിന്നെ ട്രാൻസ്പോസിഷണൽ സൈഫറിൽ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.